ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയിറക്കം. ഉപചാരം ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പിരിയുന്നതോടെ ഈ വർഷത്തെ പൂരത്തിന് പരിസമാപ്തിയാവും. പിന്നീട് അടുത്ത പൂരക്കാലത്തേക്കുള്ള ഒരു വലിയ കാത്തിരിപ്പാണ്. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, ഇനിയുള്ള മണിക്കൂറുകൾ പകൽപൂരത്തിൻ്റെ മണിക്കൂറുകളാണ്. ഈ പകൽപൂരം എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂർകാരുടെ പൂരമാണ്. ഇന്നലത്തെ പൂരം എല്ലാവർക്കുമുള്ള പൂരമാണ്. പക്ഷേ പകൽപൂരം എന്ന് പറയുന്നത് അത് തൃശ്ശൂരിന് മാത്രമുള്ള പൂരമാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് തൃശ്ശൂരിലെ സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകളുടെ പൂരം കൂടിയാണ് ഇന്നത്തെ പകൽപൂരം. തീർച്ചയായും മായ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് മായയ്ക്ക് കൃത്യമായി തന്നെ അത് അറിയാൻ പറ്റും. കാരണം ഈ പകൽപൂരം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുടെ പൂരമാണ്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയങ്ങളിലൊക്കെ സ്ത്രീകൾ പലപ്പോഴും വീടുകളിൽ തിരക്കായിരിക്കും. അതിനുശേഷം ഈ പൂരം കാണാൻ വേണ്ടി സ്ത്രീകളും കൂടി തൃശ്ശൂരിലേക്ക് ഇറങ്ങുന്ന ഈ വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ആ ഒരു ദിവസം കൂടിയാണ് ഈ ഒരു പകൽപൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള പൂരമാണ് തൃശ്ശൂരിലെ പകൽപൂരം. പ്രത്യേകിച്ചും ഈ ഒരു ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ആ ഒരു ദിനം എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം പൂരത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഈ തൃശ്ശൂരിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശ്രീമൂലസ്ഥാനത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പൂരത്തിൻ്റെ ഭാഗമായി ആകെ അലങ്കോലപ്പെട്ടിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്യുന്ന തത്രപ്പാടിലാണ്. മാത്രമല്ല രാവിലെ തന്നെ ഭക്തജനങ്ങളൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെയാണ് ഇന്ന് ദേവിമാർ ഉപചാരം ചൊല്ലി പിരിയുന്ന ആ പൂരത്തിൻ്റെ കൊടിയിറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ കടന്നു പോകുന്ന ആ ഒരു സ്ഥലം കൂടിയാണ് ഈ ശ്രീമൂലസ്ഥാനം എന്നുള്ളതാണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ ഈ പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ ഇരു ഭഗവതിമാരും ഇങ്ങോട്ടേക്ക് വന്ന് മുഖാമുഖം നിന്ന് ഈ രണ്ട് ആനയുടെയും മുകളിൽ തിടമ്പേറ്റി മുഖാമുഖം നിന്ന് അഭിവാദ്യം ചെയ്യുന്ന, പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇനി അടുത്ത പൂരത്തിന് കാണാം എന്ന് അഭിവാദ്യം ചൊല്ലി പിരിയുന്ന ആ പ്രധാന സ്ഥലമാണ് ഈ ഒരു ശ്രീമൂലസ്ഥാനം. അല്പസമയത്തിനകം തന്നെ ഈ പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയുള്ള എഴുന്നള്ളിപ്പ് തുടരും. അതിനുശേഷം ആ പാണ്ഡിമേളം അവസാനിക്കുന്നതോടുകൂടി തന്നെ ഇരു ഭഗവതിമാരും ഈ ഒരു ശ്രീമൂലസ്ഥാനത്തിൻ്റെ അവിടെ എത്തി അഭിവാദ്യം ചെയ്ത് മടങ്ങും. ഇനി അടുത്ത പൂരത്തിന് കാണാമെന്നുള്ള ആ ഒരു ഉപചാരം ചൊല്ലിക്കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് മടങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ സാധിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു ഭക്തജനത്തിരക്ക് നമുക്ക് കാണാൻ സാധിച്ചു. അത് എല്ലാ ചടങ്ങുകളിലും പൂരപ്രേമികളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഒരു ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ തിരക്ക് കുറയും എന്നുള്ള ഒരു ആശങ്ക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉപചാരത്തിൻ്റെ സമയത്ത് അത്തരത്തിലൊരു തിരക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ഒരു പൂര വിളംബരം മുതൽ ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് വരെ വലിയ രീതിയിലുള്ള ആളുകളുടെ, പൂരപ്രേമികളുടെ ഒരു പ്രാതിനിധ്യമുണ്ടായിരുന്നു. കുടമാറ്റമാണെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ അത്ര ഇല്ലെങ്കിൽ പോലും എന്നാലും ഈ ഒരു തെക്കേ ഗോപുരനട മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറഞ്ഞ സദസ്സ് നമുക്ക് ഈ ഒരു കുടമാറ്റത്തിനടക്കം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഈ ഒരു ദിവസവും, അതായത് പൂരത്തിൻ്റെ ഈ അവസാന ദിവസവും കൊടിയിറക്കത്തിൻ്റെ ദിവസവും ആളുകൾ ഉണ്ടാവും, പൂരപ്രേമികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഭക്തജനങ്ങൾ, നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് ആ ഒരു പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അവസാന ദിവസമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് ആളുകൾ എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തും. സാധാരണ നമുക്ക് ഈ ഒരു പരിസരം, ഈ ഒരു ശ്രീമൂലസ്ഥാനം അറിയാം, ഇവിടെ മുഴുവൻ ജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഉപചാരം ചൊല്ലുന്ന സമയത്ത് കാണാൻ സാധിക്കുക. ഈ പ്രദേശത്ത് മുഴുവൻ ആളുകളായിരിക്കും. ഒരു മണൽത്തരി പോലും നിലത്ത് വീഴാത്ത തരത്തിൽ അത്രത്തോളം ആളുകൾ എത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ഒരു ഉപചാരം. കാരണം തൃശ്ശൂർക്കാരുടെ പൂരമാണിത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിരവധി ആളുകളുണ്ട്. പക്ഷേ പലരും തൃശ്ശൂരിന് പുറത്തുനിന്നുള്ള, മറ്റ് ജില്ലകളിൽ നിന്നുള്ള, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ എത്തുന്ന പ്രധാന ദിവസമാണ് കഴിഞ്ഞ ദിവസം, അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ദിവസം. അതിനുശേഷം ഈ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും തൃശ്ശൂർക്കാരുടെ പൂരമാണ്. ഇവിടെ അധികവും പങ്കാളിത്തം തൃശ്ശൂർക്കാർ തന്നെയാണ്. അധികവും ആളുകൾ എത്തുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. അതുകൊണ്ട് തൃശ്ശൂർക്കാരുടെ പൂരം എന്ന ഒരു പേരുകൂടി നമുക്ക് ഈ ഒരു ഇന്നത്തെ പകൽപൂരം തൃശ്ശൂർക്കാരുടെ പൂരം തന്നെയാണ്. ഹരീഷ്,
ഒപ്പം ഈ പാർമേക്കാവ് ഭഗവതി മണികണ്ഠനാലിൽ നിന്നും അതുപോലത്തെ തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്നുമാണല്ലോ വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഉള്ള എഴുന്നള്ളിപ്പ് തുടങ്ങുക. അതൊരു 8 മണിയോടെയാണ് പതിവ്. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും. അതിലൊന്നും ആചാരപരമായി യാതൊരു മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അധിക സമയമില്ല വടക്കുന്നാഥ സന്നിധിയിലേക്കുള്ള ആ പുറപ്പാടിന്, അല്ലേ? തീർച്ചയായും അത് തന്നെ 8 മണിയോടെയാണ്. ചടങ്ങുകളുടെ സമയത്തിനൊന്നും യാതൊരുവിധ മാറ്റവുമില്ല. കഴിഞ്ഞ ദിവസവും കൃത്യമായി തന്നെ എല്ലാ ചടങ്ങുകളും നടന്നിട്ട് ഈ പൂരവിളംബരം മുതൽ കഴിഞ്ഞ ദിവസത്തെ കുടമാറ്റം വരെ സമയക്രമത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് കൃത്യതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി തന്നെ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ ചടങ്ങുകളും നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അത് സമാനമായി തന്നെ ഈ ഉപചാര ദിവസവും അത് കൃത്യമായി പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമയത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ 8 മണിക്ക് തന്നെ ഈ പാണ്ഡിമേളം ആരംഭിക്കും, അല്ലെങ്കിൽ മറ്റ് നടപടികൾ ആരംഭിക്കും. എഴുന്നള്ളത്ത് ആരംഭിക്കും. നടുവിലായിൽ നിന്നും മണികണ്ഠനാലിൽ നിന്നും ഭഗവതിമാരെത്തി ഈ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തി അഭിവാദ്യം ചെയ്ത് ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ആ ഒരു അസുലഭ നിമിഷം അല്ലെങ്കിൽ അസുലഭ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് കൃത്യമായി 8 മണിയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഒരു ജനത്തിരക്ക് ഇങ്ങോട്ടേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭക്തജനങ്ങളടക്കം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഈ ഒരു സ്ഥലം മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജനനിബിഡമായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം തിരക്ക് ഈ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലുന്ന ദിവസം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു വർഷവും സമാനമായ രീതിയിൽ തിരക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയും നമുക്ക് ഉണ്ട്. എന്തായാലും അല്പസമയത്തിനകം അതിൻ്റെ കൃത്യമായ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും. ചടങ്ങുകൾക്കൊന്നും ഒരു ഭംഗവുമില്ലാതെ കൃത്യമായി തന്നെ പൂരം ഇന്നലെ വരെ നടന്നു എന്നുള്ളതാണ്. ഇനി ഈ അവസാനം ഈ ഉപചാരം ചൊല്ലുന്ന ആ ഒരു സമയത്തും കൃത്യമായി തന്നെ അത് നടക്കും. ഭഗവത്മാർ വന്ന് ഇനി അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പിരിയുന്ന ആ ഒരു നിമിഷങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പൂരപ്രേമികൾ.